പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരാണ് കോടതികൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൊന്നത് RSSകാരനോ BJPക്കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ CPMകാരനോ അതല്ല പ്രശ്നം. ഇനി കൊല്ലിച്ചതും ഇവരാണെങ്കിൽ അതുമല്ല പ്രശ്നം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതാര് ചെയ്താലും വച്ചു പൊറപ്പിക്കില്ല, അവർക്ക് കർശനമായ ശിക്ഷ തന്നെ നൽകുമെന്നാണ് കോടതി ഇപ്പോൾ പെരിയയിലൂടെ നമ്മളെ മനസ്സിലാക്കി തന്നത്. കഴിഞ്ഞ ദിവസം 9 RSS പ്രവർത്തകർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കിനി ജീവപര്യന്ത ശിക്ഷ കിട്ടുമോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് അവസാനിച്ചാലും വീണ്ടും തലപൊക്കി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുമോ? ഇല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ മനസാക്ഷി രൂപപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും രാഷ്ട്രീയ കൊലപാതകത്തെ ഇപ്പോൾ ന്യായീകരിക്കുന്നില്ല. ഒരു കാലത്ത് അത്തരം ന്യായീകരണങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, കണ്ണൂരിലെ ഒരു ദിവസം RSSകാരൻ്റെ തലയാണ് ഉരുളെങ്കിൽ പിറ്റേ ദിവസം CPMകാരൻ്റെ തല ഉരുണ്ടിരിക്കും. അങ്ങനെ ഉരുണ്ടാൽ മാത്രമാണ് അവർക്ക് ആഹ്ലാദം ഉണ്ടാവുകയുള്ളായിരുന്നു. അങ്ങനെ കൊലപാതകങ്ങളെ ആഹ്ലാദത്തോട് കണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ശത്രു സംഹാരം എന്ന് പറയുന്നതാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് കരുതിയ മനോനിലയുള്ള മനുഷ്യരുടെ കാലമായിരുന്നത്. പക്ഷെ മാറി, നമ്മൾ വളരെയധികം മാറി. നമ്മൾ വളരെ ജനാധിപത്യ സംവിധാനത്തിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസാക്ഷി എന്ന് പറയുന്നത് കേരളത്തിൽ നിർമ്മിച്ചെടുക്കുന്നതിൽ കോടതിയുടെ പങ്ക് വലുതാണ്. കോടതി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതാടാ കോടതി എന്ന്. കാരണം നീയൊന്നും വഴിയിൽ വെട്ടിച്ചാകാൻ പാടില്ല, മറ്റുള്ളവരെ വെട്ടിക്കൊല്ലാനായിട്ട് പാടില്ല എന്നാണ് കോടതി പറയുന്നത്. അതിന് അടുത്തടുത്ത് വന്ന 2 കൊലപാതകങ്ങൾ വലിയ സാക്ഷ്യം നൽകുന്നു എന്നുള്ളതാണ്. ഒന്ന് പെരിയയിലെ ഇരട്ട കൊലപാതകം. അതിൽ കൊലപാതകികൾ കൃത്യമായി വീശി നടന്നത് CPM പ്രവർത്തകരും അതുപോലെ CPM അതിന് വഴിയൊരുക്കിയ CPM നേതാക്കളുമായിരുന്നു. കോടതി കൃത്യമായിട്ട് കണ്ടെത്തി എല്ലാത്തിനെയും ശരിപ്പെടുത്തി ഇരട്ട ജീവപര്യന്തം കൊടുത്ത് മേലാലി പണിക്ക് പോയിരുന്നു പറഞ്ഞു. അതിന് പിറ്റേ ദിവസം എന്ന് പറയുന്ന കണ്ണൂരിലെ CPM പ്രവർത്തകനെ കൊന്ന 9 പ്രതികൾ RSSകാരും BJPക്കാരുമാണ് എന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. RSS ശാഖ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം തർക്കമാണ് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവനെ വെട്ടിക്കൊല്ലുന്നതിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരെ കൊന്നാലും ഒരു മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. എനിക്കൊന്ന് 17-ാം നൂറ്റാണ്ടിലെ ജോൺ ഡൺ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? അപ്പോൾ അതിന് ഉത്തരം അദ്ദേഹം തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നറിയാൻ നീ ആളയക്കേണ്ടതില്ല, അത് മുഴങ്ങുന്നത് നിനക്ക് വേണ്ടിയാണ്. ഈ വൻകരയുടെ ഒരു തുണ്ട് മണ്ണിലെലിഞ്ഞ് തീർന്നാലെന്ന വണ്ണം നിന്നിൽ ഒരാളിലെ കുറവ് വരുത്തുന്ന സമയത്ത്, നിന്നിൽ ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് അത് അത്രമാത്രം ഈ ഭൂമുഖത്ത് മനുഷ്യരാശിക്ക് കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നറിയാൻ നീ ആളയക്കേണ്ടതില്ല. ഇതിൽ നിന്ന് വലിയ ആവേശം കൊണ്ടിട്ടാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരൻ ഫോർ ഹും ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു പുസ്തകം തന്നെ എഴുതുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മനുഷ്യന് വേണ്ടിയാണ് ഈ മനുഷ്യ സമൂഹം നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശമാണ് ആ കവി യഥാർത്ഥത്തിൽ ഈ ഭൂലോകത്താകെ പടർത്തിയത്. അതാണ് ഇന്ന് കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യരെ കൊല്ലാൻ കൊലപാതകം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്ന് എത്രയോ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിലും ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ കൊലപാതകം നടത്തിയാൽ അവരെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിയുണ്ട്. കൊലപാതകത്തിൽ ചെന്ന് പെടുന്ന ആളുകൾ ജയിലിലേക്ക് കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിയുണ്ട്. അതുകൊണ്ട് ചാവേറാകാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിന് മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചാവേറാകാനായിട്ട് ഒരാളും തയ്യാറാവുകയില്ല എന്ന നിലയിലേക്ക് കേരളം വന്നിട്ടുണ്ട്. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള വിധി ഈ കൊലപാതകികൾക്ക് കൊടുത്ത് കൊലപാതകികളെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട് കടത്തണം. രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു തരിമ്പ് പോലും അംഗീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ള സന്ദേശമാണ് കോടതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതിക്ക് 2 ചിയേഴ്സും 2 സിന്ദാബാദും വിളിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി ഇങ്ങനെ തന്നെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ ഒരു സഹോദരനും RSSൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം വഴിയിൽ വെട്ടുകൊണ്ട് വീഴാൻ പാടില്ല, മരിക്കാൻ പാടില്ല. CPMൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വഴിയിൽ വെട്ടുകൊണ്ട് വീഴാൻ പാടില്ല. കോൺഗ്രസിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിലോ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചതിൻ്റെ പേരിലോ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിലൊന്നും ആ ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെട്ടേറ്റ് മനുഷ്യൻ വഴിയിൽ വീഴാൻ പാടില്ല. ആ സന്ദേശമാണ് ഈ വിധികൾക്കുള്ളത്. ഈ ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയാണ് കോടതിയും കേരള മനസ്സും.
ശരിയാണത്. നമുക്കൊരർത്ഥത്തിൽ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഒരു കൊലപാതകം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇങ്ങോട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിരയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ പകപോക്കൽ? ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാകാം, ഈ മനുഷ്യർ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ വ്യത്യാസം? രാഷ്ട്രീയത്തിന്റെ തെറ്റായിട്ടുള്ള ശീലങ്ങളുടെ ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചു, നമുക്കറിയാം, നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഗ്രാമം, പാർട്ടി ഗ്രാമം, ആ പാർട്ടി ഗ്രാമത്തിൽ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പുലർത്തുന്ന ഒരാൾക്ക് ജീവിക്കാനായിട്ട് പാടില്ല, അവനെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഗ്രാമങ്ങളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഗ്രാമങ്ങളുണ്ട്, BJPയുടെ ഗ്രാമങ്ങളുണ്ട്, അല്ലെങ്കിൽ RSSൻ്റെ ഗ്രാമം. ഇവിടെയൊക്കെ എതിരായിട്ടുള്ള ആളുകൾ, എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാനായിട്ട് അനുവാദമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് എന്ത് തരം ലോകമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞ് കേട്ടെടുത്തോളം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെയുള്ള ഗ്രാമങ്ങളിൽ കോൺഗ്രസ്സുകാരൻ്റെ കടയിൽ നിന്ന്, കണ്ണൂർ സംഭവിക്കുന്ന കാര്യമാണ്, കോൺഗ്രസിൻ്റെ കടയിൽ നിന്ന് CPM-കാരൻ സാധനങ്ങൾ വാങ്ങിക്കില്ല, CPM-ൻ്റെ കടയിൽ നിന്ന് BJPക്കാരനോ RSSകാരനോ സാധനങ്ങൾ വാങ്ങിക്കില്ല. അങ്ങനെയൊക്കെ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇവൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്? എന്താണ് ഇവർ ഈ രാഷ്ട്രീയം കൊണ്ട് നേടുന്നത്? ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയം കൊണ്ട് എന്താണ് ഇവർ നേടുന്നത്? രാഷ്ട്രീയം എന്തിനു വേണ്ടിയാണ് എന്ന പുതിയ ചോദ്യം ഇനി വരേണ്ടത് വരും. പഴയ കാലത്ത് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇന്ത്യക്കാർ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. രാഷ്ട്രീയം അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുകയും അത് ഇന്ത്യക്കാരൻ്റെ ഇന്ത്യൻ ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഒരുപാട് മനുഷ്യർ രക്തസാക്ഷികളാക്കി ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടൊക്കെ മരിച്ചു, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ എന്തിനാ ഈ രാഷ്ട്രീയം? ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭരിക്കാനും കട്ടുതിനാനും അഴിമതിയും വർഗീയതയുമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിൻ്റെ ചാലകശക്തി എന്ന് പറയും. എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ആളുകൾ ചാവേറാൻ നടക്കണം? എന്തിനു മരിക്കണം? ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വവും ഓരോ മനുഷ്യൻ്റെയും ജീവനും അവനും അവൻ്റെ കുടുംബത്തിനും വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുന്നപ്ര വയലാർ പോലെയുള്ള വലിയ സമരങ്ങൾ നടന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് ഒരു കോസിന് വേണ്ടിയിട്ട്, അന്നത്തെ മനുഷ്യർക്ക് മുഴുവൻ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അന്ന് പലപ്പോഴും ഈ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സ്വാതന്ത്ര്യമില്ല, മാനമില്ല. അവരുടെ പെണ്ണുങ്ങളുടെയൊക്കെ മാനം പറിച്ച് എടുക്കുന്ന ഗുണ്ടകളും തെമ്മാടികളുമായിട്ടുള്ള ഫ്യൂഡൽ പ്രഭുക്കളുടെ കാലമായിരുന്നു. അതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. അതിനൊക്കെ നമുക്ക് ആയിരിക്കും. ഇപ്പം എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇപ്പം എന്തിനാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ അധികാരികൾക്ക് അഹങ്കാരത്തോടുകൂടി ഭരിക്കാനും മുന്നോട്ട് പോകാനും അഴിമതി നടത്താനും കണ്ടവൻ്റെ കാശ് പിടിങ്ങിയെടുക്കാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഇവരെന്തിനാണ് മരിക്കുന്നത്? ഈ മരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളുമാണ് അതിന് ഉത്തരം പറയേണ്ടത്. ശരി, അവരാണ് അത് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് കോടതി ഇത്തരത്തിൽ ശക്തമായ, അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ അതിനെ വിമർശിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത്. കൊലപാതകങ്ങൾക്ക് കൽത്തുറുങ്കുകളോ അല്ലെങ്കിൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ തൂക്കുകയറോ കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായി വന്നിരിക്കുന്നതെന്നോ അതിൻ്റെ തെളിവാണത്. ഈ രണ്ട് സംഭവങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിടത്ത് മരിച്ചത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ മറ്റൊരിടത്ത് മരിച്ച CPM-കാരനാണ്. ഇനിയും വേറെ കേസുകൾ വരും. ആ കേസിൽ മിക്കവാറും ചിലപ്പോൾ വേറെ ആളുകൾ, ചിലപ്പോൾ BJPയുടെ RSSൻ്റെ പ്രവർത്തകർ മരിച്ചതിൻ്റെ കേസിന് വരാം. ഏത് കേസായാലും ഇനി കോടതി ഇമാരൊന്നും വെറുതെ വിടില്ല, അത് ഉറപ്പാണ്. അത് ആരും മരിച്ചോട്ടെ, ആര് കൊന്നോട്ടെ, കൊല്ലുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് വളരെ സുദീർഘമായിട്ടുള്ള കാര്യമാണ്. ഇത് തുടരണം.